തളിപ്പറമ്പും പയ്യന്നൂരും CPM-ന്റെ തട്ടകമായിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള സുധാകരൻ പറഞ്ഞ 6 സീറ്റുകളിൽ 2 സീറ്റുകളാണ് തളിപ്പറമ്പും പയ്യന്നൂരും. ഇപ്പോ പാർട്ടിയുടെ കോട്ടയിൽ നിന്ന് തന്നെ വിമതരാണ് ഇവിടെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ വരുന്നത്. എന്താകും തളിപ്പറമ്പും പയ്യന്നൂരിലെയും അവസ്ഥ? ഒരു നേർക്കുനേർ പോരാട്ടമാണോ കണ്ണൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? തളിപ്പറമ്പിലും പയ്യന്നൂരും എന്താകും പോരാട്ടം എന്ന് ചോദിച്ചാൽ, പോരാട്ടം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വിമതർ മത്സരിക്കുന്നു. അതായത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ CPM-ന് വിമതർ ഉണ്ടായിട്ടില്ല. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വിമതർ ഇതുവരെ വിമതർ മത്സരിച്ചിട്ടില്ല. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലും അങ്ങേയറ്റം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പോലും ഉണ്ടായിട്ടുള്ളത് വിരളമാണ്. അപ്പോൾ അത് രാഷ്ട്രീയ കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല, VD സതീശൻ പറഞ്ഞ വിസ്മയത്തിൽ ഇതുകൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അതായത് CPM-ൽ നിന്ന് ചാടി വരുന്നവരെ കോൺഗ്രസ് പിന്തുണയോടെ സ്ഥാനാർത്ഥികളായി നിർത്തുന്നു. അത് ഈ പറയുന്ന തളിപ്പറമ്പിലായാലും പയ്യന്നൂരിലായാലും അവർക്ക് എഴുതി വെച്ചിരിക്കുന്ന അവരുടെ കോട്ടയിലായിരുന്നാലും അവർ ജയിച്ചാലും CPM-ന് അതിലുണ്ടായിരിക്കുന്ന ഒരു നാറ്റപ്പേര്, അതായത് അതിലുണ്ടായിരിക്കുന്ന ഒരു പേര് ദോഷം ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാര്യം TK ഗോവിന്ദൻ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടണം എന്ന് ആഗ്രഹിച്ച് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥി ആയത് എന്നൊരു വ്യാഖ്യാനം പാർട്ടി അവിടെ ഉണ്ടാക്കുന്നുണ്ട്, CPM ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് സത്യസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ തളിപ്പറമ്പില് ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി തളിപ്പറമ്പിൽ എത്ര വികസനം നടത്തിയിട്ടുണ്ട്. തളിപ്പറമ്പിൽ രണ്ടാമതൊരിക്കൽ കൂടി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് ഭാര്യയെ മത്സരിപ്പിക്കുന്നു? തളിപ്പറമ്പ് അവരുടെ കോട്ടയാണ്. അവിടെ ഈ TK ഗോവിന്ദൻ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ കണ്ണും ആരും ജയിക്കുമെന്നൊന്നും പറയില്ല. പക്ഷെ ഒരു പേര് ദോഷം CPM-ന് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ആൾക്കാർ കുറച്ച് വോട്ടൊക്കെ CPM-ന്റെ വോട്ട് തന്നെ TK ഗോവിന്ദന് ചെല്ലാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തന്നെയാണ് കാരണം. ജയസാധ്യത, ഒന്നാമത് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ചേട്ടാ, അപ്പൊ P കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും ഇവർ രണ്ടുപേരും വരെ മത്സരിക്കുമ്പോൾ കേൾക്കുന്ന പ്രധാനപരമായ അല്ലെങ്കിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, പലപ്പോഴും ഒരു ഇടത് ചായ്വുള്ള, ഇടത് കോട്ടയെന്ന് നമുക്ക് വിളിക്കുന്നില്ല, അതിന്റെ അപ്പുറത്തേക്കും ഇടത് ചായ്വുള്ള ഒരു മണ്ഡലമാണ് കണ്ണൂര്. അപ്പോ കണ്ണൂരില് ഈ വിമതർക്ക് വലിയ ചാൻസ് ഉള്ളൊരു കാര്യമുണ്ടോ? കാരണം എപ്പോഴും പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന ഒരു രീതി അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ വിമതരൊക്കെ മാറുന്നതിന് മുൻപ് തന്നെ പാർട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്ന നിലപാടിലേക്കൊക്കെ പോകുന്നത്. 1-2 പേരൊക്കെ പിരിഞ്ഞു പോയാലും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ പാർട്ടി ഇപ്പോ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതാണെങ്കിലും P കുഞ്ഞികൃഷ്ണന്റെ അത്രയും ഈ വിവാദ പരാമർശമായിട്ടുള്ള നിലപാടുകൾ മുന്നോട്ട് വന്നിട്ടും അവിടെ മധുസൂദനനെ മത്സരിപ്പിക്കുന്നതാണെങ്കിലും ഇത് പാർട്ടിക്ക് ആ ഒരു ഭയമില്ലാത്തത് കൊണ്ടല്ലേ അവിടെ അങ്ങനെ ചെയ്യുന്നത്? അല്ല അതിന് ഭയമില്ലാത്തത് കൊണ്ടല്ല. മധുസൂദനെ പയ്യന്നൂർ മത്സരിപ്പിക്കുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാര്യം മധുസൂദനൻ മത്സരിക്കാതെ മാറിപ്പോയാൽ ഭയന്നു പോയതാണെന്ന് പറയും. ഇപ്പൊ നമ്മൾ ഒരു കളങ്കിത വ്യക്തിത്വം എന്ന് ആരോപിക്കപ്പെടുന്ന ആളെ അവിടെ നിന്ന് മാറ്റുമ്പോൾ അയാൾ കളങ്കിതനാണ് എന്ന് വരില്ലേ? അപ്പൊ മധുസൂദൻ കൂടെ ചേർന്നുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പോൾ മധുസൂദന് മാത്രമല്ല പേരുദോഷം, ഈ പറയുന്ന പാർട്ടി കൂടെ നിന്നുകൊണ്ടാണ് ഈ വെട്ടിപ്പ് നടത്തിയെന്ന് പറയും. അതിൽ നിന്ന് ഈ പാർട്ടിക്ക് രക്ഷപ്പെടണം. എന്നുവെച്ചാൽ അവരിതൊന്നും ചെയ്തിട്ടില്ല, അതായത് മധുസൂദനെ ഒന്നും ചെയ്തിട്ടില്ല, പയ്യന്നൂർ അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് പുറം ലോകത്തെ അറിയിക്കാനും ഞങ്ങൾ അതാ ജയിച്ചു, കണ്ടോ ഇത്രയും ആരോപണം പറഞ്ഞ് മധുസൂദനെ ജയിച്ചു എന്ന് സ്ഥാപിക്കേണ്ടത് കണ്ണൂരിലെ പയ്യന്നൂരിലെ പാർട്ടിയുടെ ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മധുസൂദനന്റെ പ്രചരണത്തിന് പോലും PK ശ്രീമതി ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി മറ്റൊരു കാര്യവും നിങ്ങളെ ബാധിക്കില്ല, മധുസൂദനൻ തന്നെ ഇവിടെ വിജയിക്കുമെന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്നത്. അതങ്ങനെ ഇറങ്ങേണ്ടി വരും. കാര്യം ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയിലെ സഖാക്കളൊക്കെ തന്നെ ഈ പാർട്ടിക്ക് അടിമയാണ്. കമ്മിറ്റഡ് എന്നല്ല, അടിമകൾ പണിയെടുക്കേണ്ടി വരും. അപ്പൊ മധുസൂദനൻ വെട്ടിപ്പ് നടത്തി എന്നുള്ളത് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആള് വെറുതെ പറയുന്നതല്ല, കണക്കുകൾ നിരത്തി തന്നെയാണ് പറയുന്നത്. ഈ സത്യാവസ്ഥ മരിച്ചുപോയ കൊടിയേരിക്ക് അറിയാമായിരുന്നു. എന്തിനു പറയുന്ന ഗോവിന്ദൻ അറിയാം, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. അദ്ദേഹം വിചാരിച്ചു ഇത് ഈ പാർട്ടി കമ്മിറ്റിക്കകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കാം, പുറലോകം അറിയില്ലെന്ന്. ഇത് ഈ പറയുന്ന ഒരു കുഞ്ഞികൃഷ്ണൻ മാത്രമല്ല, ഈ പാർട്ടിക്കകത്ത് നിരവധി ഇത്തരം കള്ളത്തരങ്ങൾ പുറലോകത്തേക്ക് വിളിച്ചു പറയാൻ വെമ്പി നിൽക്കുന്ന നിരവധി അവരുടെ ഭാഷയിലെ സഖാക്കളുണ്ട്. ഇത് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഒരു ജയിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ചാൻസ് ആണിത്. കോൺഗ്രസിന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കിട്ടുന്ന ഏറ്റവും വലിയ ചാൻസ്. കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കൂട്ടാൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂട്ടാൻ, കോൺഗ്രസിന് ഭൂരിപക്ഷം കൂട്ടാൻ അവരുടെ കയ്യിലേക്ക് എത്തിയ ഒരു കളമാണ് ഇത്. അല്ലെങ്കിൽ ഇത് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ ആയുധം അവർ ഉപയോഗിക്കുകയാണെങ്കിൽ
ഉറപ്പായിട്ടും കണ്ണൂരിലെ പാർട്ടി വോട്ടുകൾ മറിയാനുള്ള അല്ലെങ്കിൽ വിമതരുടെ വശത്തേക്ക് പോയി കഴിഞ്ഞാലും ഇപ്പോ ടി കെ ഗോവിന്ദൻ മത്സരിക്കുന്നു, പി കെ ശ്യാമള മത്സരിക്കുന്നു. തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദനാണോ പി കെ ശ്യാമളയ്ക്കാണോ കൂടുതൽ പ്രവർത്തകർ വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പകുതിയോളം വോട്ടുകൾ ടി കെ ഗോവിന്ദന് സമാഹരിക്കാൻ പറ്റും. പാർട്ടി വോട്ടുകൾ എന്തായാലും വിട്ടുപോകില്ല. പാർട്ടി വോട്ടുകളൊക്കെ പി കെ ശ്യാമളയിലേക്ക് തന്നെ എത്തപ്പെടുള്ളൂ. എന്നാലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അപ്പൊ ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ജയസാധ്യത കൂടുതലായിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കുമില്ലേ പയ്യന്നൂർ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ വോട്ട് സിപിഎമ്മിന്റെ വോട്ടുകൾ വിഭാഗം ചെയ്ത് പോകുമ്പോൾ വിഭാഗം ചെയ്തു പോകുന്ന സമയത്ത് കോൺഗ്രസ് വോട്ടുകളുടെ മുന്നിൽ എത്തുകയും അങ്ങനെ ഇപ്പൊ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ കണ്ണൂര്? അല്ല, കണ്ണൂർ ഈ രണ്ട് സ്ഥലത്തും അവരുടെ പാർട്ടിയുടെ ഇത്തരത്തിൽ പാർട്ടിയെ അന്ധമായി വിശ്വസിക്കുന്ന പാർട്ടി അടിമകളുടെ വോട്ട് അവർക്ക് കിട്ടും. പക്ഷെ എങ്കിലും ഒരു സത്യം നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. ഈ കുഞ്ഞീഷ് മാഷിന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് അവിടെ ഇതിൽ പങ്കെടുക്കാൻ വന്ന 5000-6000-ത്തിലധികം പ്രത്യക്ഷത്തിൽ വന്ന പാർട്ടി അണികളുണ്ട്. പ്രത്യക്ഷത്തിൽ വരാൻ ഇവർക്ക് പേടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യക്ഷത്തിൽ ഇവരാരും വരത്തില്ല. എന്തുകൊണ്ട്? ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി ഓഫീസ് പോലും തട്ടി പൊളിച്ച് അവിടെ നിന്ന് കളഞ്ഞതാണ്. മേലാൽ ഇവിടെ കെട്ടിപ്പോരുന്നത് എല്ലാത്തിനും കത്തിച്ചള എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ഓഫീസ്, അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വേണ്ടി കെട്ടിയ ഓഫീസ് പൊളിച്ചുകളയെന്ന് കത്തിച്ചളയെന്ന് പറഞ്ഞവരാ. അപ്പൊ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിന് വന്ന എത്ര പേരാണ്? 5000-ത്തിലധികം ആൾക്കാരാണ് വന്നത്. അവരൊക്കെ തന്നെ പറയുന്നത് ഞങ്ങൾ പാർട്ടിക്കാരാണ്, പക്ഷെ കുഞ്ഞീഷ് മാഷ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കണമെന്ന്. അപ്പൊ അതേപോലെ ഈ പറയുന്ന വോട്ടിന്റെ അടിയൊഴുക്ക് കുറച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വോട്ട് ചെയ്യുന്ന മെഷീനിൽ വന്നവരാരും നോക്കില്ലല്ലോ. സമ്മതിദാനാവകാശം നമ്മളടുത്ത് വേറെ ആരും ചോദിച്ചെന്ന് നമ്മൾ പറയാം. നമുക്ക് ഇഷ്ടമുള്ളവരല്ലേ നമ്മൾ വോട്ട് ചെയ്യുന്നത്. തീർച്ചയായും. അപ്പൊ അങ്ങനെ വോട്ട് സമ്മതിദാനാവകാശത്തിൽ ഒരു പാർട്ടിക്കാർക്കും കൈയെടുത്താൻ കഴിയില്ല. അപ്പൊ ഈ കിട്ടാനുള്ള വോട്ടിന്റെ ഒരു ശതമാനം കുറച്ചാൽ പോലും എതിർപക്ഷത്ത് ഇങ്ങനെ അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ കോൺഗ്രസ് മുതലാക്കിയത് പോലും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് ഒരു വിജയം തന്നെയാണ്. രാഷ്ട്രീയത്തിന് അത് വിജയം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ CPM-ൽ നടത്തിയെടുത്ത രണ്ടുപേരെ CPM-നെതിരെ കോൺഗ്രസ് ടിക്കറ്റിൽ നിർത്തുക, അതും അവരുടെ കോട്ടയിലാകുമ്പോൾ അത് പൂർണ്ണമായിട്ടൊരു വിജയം തന്നെ. തീർച്ചയായും. അപ്പൊ കണ്ണൂർ ഇവർക്ക് പ്രചരണ വിഷയമായി എടുക്കാൻ പറ്റുന്ന ഒരുപാടധികം കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ വിമത നീക്കത്തെ പറ്റി സംസാരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെ പറ്റി സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രീ പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയും ശബരിമല കൊള്ളയെ പറ്റിയും വിവിധ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് ഉടലെടുത്ത നിരവധി പ്രശ്നങ്ങൾ അവിടെ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായി പ്രതിപക്ഷം അവിടുത്തെ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം കെ സുധാകരനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നയിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണെങ്കിലും കോൺഗ്രസിന്റെ നേതാവായിട്ട് വരുന്നത് കെ സുധാകരൻ കാണാൻ പോയിട്ടുണ്ട്. സുധാകരനെ കാണാൻ പോയിരുന്നു, ഗോവിന്ദ മാഷെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിന് പിന്നെ കോൺഗ്രസിന്റെ ത്രിവർണ്ണ ഷാള് അണിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ പറയുന്ന സുധാകരൻ പറയുന്നത് ജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. കെ സുധാകരൻ പറയുന്നത് ഗോവിന്ദ മാഷിന് സാധ്യതയുണ്ട്, ഗോവിന്ദ മാഷ് ജയിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും എന്നിട്ട് പറയുന്നത് ഞാനൊരു കന്നി അംഗക്കാരനാണ് എന്ന് ഗോവിന്ദ മാഷ് പറയുന്നതായിട്ട്. അപ്പൊ കന്നി അംഗക്കാരൻ ഇനിയുമുള്ള അംഗങ്ങൾ നേരിട്ടിട്ട് അതെ അതെ എന്നിട്ട് അല്ല അല്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ ആണോ പോകുന്നത്? ഗോവിന്ദൻ മാസ്റ്റർ അല്ല, ടി കെ ഗോവിന്ദനാണ് കെ സുധാകരനെ കാണാനായി എത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നേതാവായിട്ട് അല്ലെങ്കിൽ പ്രചരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കെ സുധാകരനാണ്. അപ്പോ സുധാകരന്റെ മുന്നിലേക്ക് ഒരുപിടി വിഷയങ്ങളാണ് ഇപ്പൊ കണ്ണൂരിൽ കാണുന്നത്. നേരത്തെ കഴിഞ്ഞ ഇതിന്റെ മുൻകാല തെരഞ്ഞെടുപ്പുകളൊക്കെ ആണെങ്കിൽ കോട്ടകൾ പൊളിക്കാൻ കുറച്ചധികം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല, സ്വയമേ പൊളിഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടാനും അതേപോലെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും, പിന്നെ എല്ലാ കൊല്ലത്തെയും ട്രെൻഡ് പോലെ തന്നെ ഇവർ കളിയാക്കി പറയുന്നതാണെങ്കിലും TP വിഷയം അവിടെ ഒരു പ്രധാന വിഷയം തന്നെയാണ്. TP ചന്ദ്രശേഖരനെ മറക്കാൻ അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടില്ല. ഇതിന് ഇപ്പൊ നവീൻ ബാബു ഉണ്ട്, ടി കെ ഗോവിന്ദനും ഈ കുഞ്ഞീഷ് മാഷും മറ്റൊരു TP ആയേക്കാം എന്ന് വരെ പറയുന്നു. അതെ, അതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ രണ്ട് രക്തസാക്ഷിയല്ല, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ വരുന്ന സമയത്ത് ഒരുപാട് രക്തസാക്ഷികൾ അവിടെ വരുന്നുണ്ട്. അതേപോലെ നവീൻ ബാബു, TP ചന്ദ്രശേഖർ, ശബരിമല കൊള്ള, അതേപോലെ തന്നെ ടി കെ ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ള ഈ വിമത നീക്കത്തിന് കാരണമായിട്ടുള്ള പാർട്ടിയുടെ സ്വാർത്ഥ നിലപാടുകൾ. അപ്പോ ഇങ്ങനെ ഒരുപിടി വിഷയങ്ങളാണ് കണ്ണൂർ പൊളിറ്റിക്സിൽ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് കൃത്യമായി കെ സുധാകരൻ അവിടെ പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിലെ നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കോട്ടകളിലേക്ക് വമ്പൻ ഭൂരിപക്ഷമായിരിക്കും കോൺഗ്രസിലേക്ക് എത്താൻ പോകുന്നത്. പക്ഷെ അതിന് സാധിക്കണം. ആ ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങളെല്ലാം കൊണ്ടെത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കണം. ഒരു കൂട്ടം ജനങ്ങൾ അവിടെയുണ്ട്. ഇവരുടെ ഭരണത്തിൽ വീർപ്പുമുട്ടിയിരിക്കുന്ന, ഒരു വേള ഇവരുടെ അടിമത്ത് ഇവരെ അടിച്ചമർത്തിയിരിക്കുന്നതിൽ നിന്ന് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് പാർട്ടിയിൽ തന്നെ ഉള്ളവർ ഒരുപാട് പേരുണ്ട്. അല്ല, കോൺഗ്രസിന് തന്നെ രക്തസാക്ഷികളല്ലേ? ഈ രക്തസാക്ഷികളെ തന്നെ നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ മാത്രം മതി ഈ കണ്ണൂരിലേക്ക് ചെന്ന് അവിടുത്തെ കോട്ടകൾ പൊളിക്കാൻ. കാരണം ഈ CPM-ന്റെ രക്തസാക്ഷികൾ മാത്രമല്ല, കോൺഗ്രസിന്റെ രക്തസാക്ഷികളെയും നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല.
അപ്പൊ കണ്ണൂരിന്റെ ഒരു സാധ്യതയായിട്ട് നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്ന ഒരുപിടി വിഷയങ്ങളുണ്ട്. അതേപോലെ നമുക്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തള്ളിക്കളയാൻ പറ്റില്ല. പാർട്ടിയുടെ വോട്ടുകളുണ്ട്. കൃത്യമായി എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞാലും, എന്തൊക്കെ വിഷയങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലും, എത്രയൊക്കെ നേതാക്കൾ പറഞ്ഞാലും, അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കൾ വിമതരായി പുറത്തേക്ക് പോയാലും ശരി, ഞങ്ങൾ പാർട്ടിക്ക് മാത്രമേ കുത്തുള്ളൂ എന്ന നിലപാടുകൾ എടുക്കുന്ന ഉറച്ച തീരുമാനമുള്ള ആൾക്കാരും കണ്ണൂരിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്തരം വോട്ടുകൾ കൃത്യമായി CPM ഇടതുകളിലേക്ക് മാത്രമേ പോകുള്ളൂ. അതാണ് GS പറഞ്ഞ പോലെ 6 സീറ്റുകളിൽ ഒന്നാണ് ധർമ്മടം. തളിപ്പറമ്പും പയ്യന്നൂരും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ധർമ്മടം പോലെയുള്ള അത്തരം സീറ്റുകൾ നിങ്ങൾക്ക് സേഫ് സോണുകളാണ്. അതെ, സേഫ് സോണുകളാണ്. ആ സേഫ് സോണുകളിൽ നിന്ന് വിട്ട് നിങ്ങൾ എന്ന് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അന്നായിരിക്കും നമുക്ക് ആ നേർക്കുനേർ പോരാട്ടങ്ങളിലേക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ ഇതാണ് വിഷയം. ഇവര് രണ്ടുപേരും പോരാട്ട രംഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ശത്രുക്കളെക്കാട്ടിലും നമ്മൾ ഭയപ്പെടേണ്ടത് മിത്രങ്ങളെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ മിത്രങ്ങളായിരുന്ന, ഒരു കാലത്ത് മിത്രങ്ങളായിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ശത്രു സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത്. ഭയപ്പെടേണ്ടതുണ്ട്. PV അൻവറിനെ പോലെ, P കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും നിങ്ങൾ ഭയപ്പെടണം. ഇവരെല്ലാവരും ചേർന്ന് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ പറ്റുന്ന പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കാണ് ഈ പ്രതിപക്ഷത്തെക്കാൾ. എന്തായാലും കണ്ണൂരിലെ ആ ഒരു നേർക്കുനേർ പോരാട്ടം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഇന്ന് പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിനമായിരുന്നു. ഇനിയിപ്പോ മാറ്റാനൊന്നും അല്ലെങ്കിൽ ഇനി പിൻവലിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്താണ് കണ്ണൂരിൽ നടക്കാൻ പോകുന്നത്.